മെസ്സി, റൊണാൾഡോ, ലൂക്ക അങ്ങനെ മിക്ക ഫുട്ബോൾ താരങ്ങളും തങ്ങളുടെ കുടുംബത്തെ വല്ലാതെ തങ്ങളുടെ ജീവിതവുമായും താരപരിവേഷവുമായും ചേർത്ത് നിർത്തുന്നവരാണ്. അതിന് കാരണമായി തോന്നിയിട്ടുള്ളത് അവരുടെ ബാല്യം തന്നെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിൻ്റെ ഗ്ലാമർ ഒട്ടൊന്നു കുറഞ്ഞ ഇടങ്ങളിലും ദാരിദ്ര്യവും രോഗവും സാമൂഹ്യ അരക്ഷിതാവസ്ഥയും ലഹരിയും മറികടന്ന് കാൽപന്ത് കളിയെ പ്രണയിച്ചവർക്കറിയാം ബന്ധങ്ങളുടെ വില എന്താണെന്ന്. മക്കളുടെ പേരുകൾ മായാതെ മനസ്സിലും ശരീരത്തിലും പ്രണയിനിയുടെ ചുണ്ടുകൾ അരക്കെട്ടിലും പച്ചകുത്തിയ ലിയോണൽ മെസ്സിയും ഒട്ടൊന്ന് വിഭിന്നനല്ല. ഒരിക്കൽ ഫുട്ബോളിനായി തന്റെ നാടുപേക്ഷിച്ച് ബാഴ്സയിലേക്ക് ചേക്കേറിയ അദ്ദേഹം ബാല്യകാല പ്രണയിനിയെ തേടി വീണ്ടും ആ നാട്ടിലേക്ക് തന്നെ പറന്നു. ആ നാട്ടിൻപുറത്തുകാരിയെയും കൂട്ടി തന്റെ വലിയ ആകാശങ്ങളിലേക്ക് നടന്നു. തങ്ങളുടെ 2 മക്കളെയും സാക്ഷിയാക്കി ഒടുവിൽ അത്യാഡംബരപൂർവ്വം അവളെ ഭാര്യയാക്കി. അതെ, ഫുട്ബോൾ മിശിഹായ്ക്ക് എത്രമേൽ പ്രിയമാണ് ആന്റോനെല്ല റൊക്കുസോ എന്ന തന്റെ നല്ല പതിയെ. ആരാണ് ലിയോയുടെ ആന്റോനെല്ലോ റൊക്കുസോ? വലിയ നേട്ടങ്ങളിൽ അയാൾക്ക് കൂട്ടായ ആന്റോനെല്ലോയുടെ കഥ കേൾക്കാം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഞ്ചോ 6 വയസ്സുള്ളപ്പോൾ മുത്തശ്ശിക്കൊപ്പം കാൽപന്ത് കളി കഴിഞ്ഞാൽ മെസ്സി നേരെ എത്തുന്നത് കൂട്ടുകാരൻ ലൂക്കസിന്റെ വീട്ടിലാണ്. വാരാന്ത്യങ്ങളിൽ അവർക്കൊപ്പം കളിക്കാൻ അവിടെ ഒരാൾ കൂടി എത്തും. ലൂക്കസിന്റെ ബന്ധു കൂടിയായ ഒരു കൊച്ചു പെൺകുട്ടി, ആന്റോനെല്ല. സുഹൃത്തിന്റെ വീട്ടിൽ വിശേഷങ്ങൾ പറഞ്ഞും വീഡിയോ ഗെയിം കളിച്ചും ഇരുവരും ബാല്യകാല സുഹൃത്തുക്കളായി. എന്നാൽ കുഞ്ഞു മെസ്സിയുടെ രോഗവും സ്പാനിഷ് ക്ലബിലേക്കുള്ള പലായനവും കാരണം അദ്ദേഹം ജന്മനാട്ടിൽ നിന്നും പോയതോടെ ആ സൗഹൃദവും വഴിപിരിഞ്ഞു. ആന്റോനെല്ല പിന്നീട് മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും ചെയ്തു. അന്നൊരിക്കൽ ആ കൂട്ടുകാരിയുടെ കാമുകൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ മെസ്സി മറുനാട്ടിൽ നിന്നും വീണ്ടും പറഞ്ഞെത്തി. വേരുകളും ഓർമ്മകളും തനിക്ക് അത്രയൊന്നും എളുപ്പം മുറിച്ചു മാറ്റാൻ സാധിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ. ആ വേദന നിറഞ്ഞ ഘട്ടത്തിൽ തനിക്കൊപ്പം നിന്ന കൂട്ടുകാരൻ ആന്റോനെല്ലയ്ക്ക് പിന്നെ പ്രിയമായ സൗഹൃദമായി. അത് പ്രണയമായി. സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മെസ്സി തന്റെ പ്രണയത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അധികമൊന്നും വാചാലനായിട്ടില്ല. 2008 ഇരുവരെയും ആദ്യമായി പൊതുവേദിയിൽ ഒരുമിച്ച് കാണുന്നത്. ദന്തരോഗ വിദഗ്ധയാവാനാണ് ആന്റോനെല്ല റൊക്കുസോ പഠിച്ചതെങ്കിലും പിന്നീട് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറുകയായിരുന്നു. അതിനിടെ ആന്റോനെല്ല മെസ്സിക്കൊപ്പം നാട്ടിൽ നിന്നും ബാഴ്സലോണയിലേക്ക് താമസം മാറ്റി. 2012 ഇരുവരുടെയും ആദ്യ കുഞ്ഞ് തിയാഗോ ജനിക്കുന്നത്. പിന്നീട് 2015 മെറ്റോവോയും കഴിഞ്ഞ വർഷം സീറോയും ജനിച്ചു. അതിനിടെ ലൂയിസ് സുവാരസിന്റെ ഭാര്യ സോഫിയ ബാൽബിയുമായി ചേർന്ന് ആന്റോനെല്ല ഒരു ചെരുപ്പ് ബിസിനസ്സും തുടങ്ങി. മക്കളോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിലും കാണാം. അവരുടെ പേരുകൾ മെസ്സി തന്റെ ദേഹത്ത് പച്ചകുത്തിയിട്ടുണ്ട്. കുടുംബത്തിനും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങളും അവധി ആഘോഷങ്ങളും എല്ലാം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവയ്ക്കാറുമുണ്ട്. 2021 മെസ്സി ബാഴ്സലോണയോടും സ്പെയിനിനോടും വിട പറയുന്നത്. ആ വിഷമഘട്ടത്തിൽ മെസ്സിക്കൊപ്പം ആന്റോനെല്ലയും ഉണ്ടായിരുന്നു. കണ്ണീർ പൊഴിച്ച നേരങ്ങളിൽ കുടുംബം അദ്ദേഹത്തിന് താങ്ങായി. ഫ്രഞ്ച് ക്ലബ്ബായ PSG മാറിയതോടെ മെസ്സിയും ആന്റോനെല്ലയും ഇന്ന് പാരീസിലേക്ക് താമസം മാറിയിരിക്കുന്നു. 2 വർഷത്തെ കരാറാണ് മെസ്സിക്ക് PSG തന്റെ വേരുകൾ ഒരിക്കലും മറക്കാത്ത മെസ്സി ഇനി അർജന്റീനയിൽ താൻ കളിച്ചു വളർന്ന ന്യൂവെയിൽസ് ഓൾഡ് ബോയ്സ് ക്ലബിലേക്ക് തിരിച്ചുപോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അദ്ദേഹം ഫുട്ബോൾ ലോകത്തിന് മാത്രമല്ല, സ്നേഹിക്കുന്ന എല്ലാവർക്കും മിശിഹയാണ്. കാലം ബാക്കിയാക്കിയ നല്ല മനുഷ്യന്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് നമുക്കും ആശംസകൾ നേരാം. എൻ്റർടൈൻമെന്റ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.